നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ആദ്യ മത്സരം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 11ാം പതിപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ആദ്യ മത്സരം. തിരുവോണനാളിൽ പഞ്ചാബ് എഫ്സിയാണ് എതിരാളികൾ. നല്ല ദിവസം ജയിച്ചു തുടങ്ങാനാണ് ബ്ലാസ്റ്റേഴ്സും കൊതിക്കുന്നത്. കൊച്ചിയിൽ വൈകിട്ട് 7:00-ക്കാണ് കളി തുടങ്ങുക. സ്വന്തം തട്ടകത്തിൽ ആദ്യ പോരിനിറങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തും ആത്മവിശ്വാസവും ഇരട്ടിയാക്കുമെന്ന് ഉറപ്പാണ്. അഡ്രിയൻ ലൂണയെയും സംഘത്തെയും മാത്രമല്ല, ഗാലറിയിലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആരവങ്ങൾ കൂടി മറികടന്നാലേ പഞ്ചാബിന് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. ആരാധകരുടെ പ്രിയങ്കരനായിരുന്ന ഇവാൻ വുക്കുനോമിച്ചിന്റെ പകരക്കാരനെന്ന വലിയ കടമ്പ മറികടക്കുകയാവും ആദ്യ കോച്ച് മൈക്കൽ സ്റ്റാറയുടെ ആദ്യ വെല്ലുവിളി. തായ്ലൻഡിന്റെയും കൊൽക്കത്തയിലെയും മുന്നൊരുക്കത്തിന് ശേഷം കളിക്കളത്തിൽ സ്റ്റാറെ എന്തൊക്കെ തന്ത്രങ്ങളാകും കാത്തുവച്ചിരിക്കുന്നത് എന്നതറിയാനാകും ആകാംക്ഷ. പേരാമ്പ്രയിൽ കാട്ടാന ഇറങ്ങി. കോഴിക്കോട് പേരാമ്പ്രയിൽ കാട്ടാന ഇറങ്ങി. നഗരത്തിനോട് ചേർന്ന പാതയോരത്ത് റോഡ് ഭാഗത്താണ് ആന ഇറങ്ങിയത്. പേരാമ്പ്ര നഗരത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരത്താണ് നിലവിൽ ആന നിൽക്കുന്നത്. രാവിലെ നടക്കാനിറങ്ങിയവരാണ് ആനയെ ആദ്യം കണ്ടത്. ഫോറസ്റ്റ് ജീവനക്കാരും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. താമരശ്ശേരി RRT സംഘം സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ആന ചിലയിടങ്ങളിൽ കൃഷി നശിപ്പിച്ചെന്ന് നാട്ടുകാർ ആരോപിച്ചു. പെരുവണ്ണാമൂഴി പട്ടാണിപ്പാറ ഭാഗത്തു നിന്നാണ് ആന എത്തിയതെന്നാണ് സൂചന. തിരുവോണ ദിനത്തിൽ ഞെട്ടിനാട്. നടു റോഡിൽ മൃതദേഹം. അന്വേഷണം ആരംഭിച്ചു. യുവാവിനെ റോഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളം മരോട്ടിച്ചുവട് ഷാപ്പിന് സമീപമാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവാവിന്റെ ശരീരത്തിൽ മുറിവുകളുണ്ട്. കൊലപാതകമെന്നാണ് സംശയം. സംഭവത്തിൽ എളമക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറത്ത് യുവതിയെയും 2 മക്കളെയും കാണാനില്ലെന്ന് പരാതി. കുറ്റിപ്പുറം പൈങ്കണ്ണൂരിൽ യുവതിയെയും 2 മക്കളെയും കാണാനില്ലെന്ന് പരാതി. പൈങ്കണ്ണൂർ സ്വദേശി ഹസ്ന ഷെറിൻ 5ഉം 3ഉം വയസ്സുള്ള 2 മക്കൾ എന്നിവരെയാണ് കാണാതായത്. 3 പേരെയും ഇന്നലെ വൈകുന്നേരം മുതലാണ് കാണാതായത്. കുറ്റിപ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവാഹം കഴിഞ്ഞിട്ട് 4 മാസം. അമേരിക്കയിൽ മലയാളി നവവധു മരിച്ചു. അമേരിക്കയിൽ എഞ്ചിനീയറായ നവവധു മരിച്ചു. കോട്ടയം നീറിക്കാട് സ്വദേശി യാക്കോബ് കുട്ടിയുടെ മകൾ അനിത വള്ളികുന്നേലാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. അമേരിക്കയിലെ ഡാലസിൽ മൈക്രോസോഫ്റ്റ് കമ്പനി എഞ്ചിനീയറായിരുന്നു. ഭർത്താവ് അതുൽ ഡാലസിൽ ഫേസ്ബുക്കിൽ എഞ്ചിനീയറാണ്. 4 മാസം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. മൃതദേഹം ഞായറാഴ്ച വൈകിട്ട് കോട്ടയം നീറക്കാട്ടെ വീട്ടിലെത്തിക്കും. സംസ്കാരം തിങ്കളാഴ്ച നടക്കും.